എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2024 ഓഗസ്റ്റ് 21 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ രീതിയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കറണ്ട് അഫയേഴ്സ് ഇത്തരം ലോങ് വീഡിയോസിൽ കവർ ചെയ്യും. അല്ലാതെ ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ വരുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ യൂട്യൂബ് ഷോർട്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. എല്ലാ ദിവസവും ഈ രണ്ട് കൈൻഡ് ഓഫ് വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കറണ്ട് അഫയർ നോക്കാം. ദാൻഗർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അത് പ്രധാനമായിട്ടും കാണുന്നത് മഹാരാഷ്ട്രയിലാണ്. അവര് പ്രധാനമായിട്ടും ഈ ആടുമാടുകളൊക്കെ മേയിച്ച് നടക്കുന്ന ഒരു ഷെപ്പേർഡ് ഗ്രൂപ്പാണ്, നൊമാഡിക് ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ ഒരു ഇഷ്യൂ ആണ് പറയുന്നത്. Dangar community in Maharashtra, a nomadic group of shepherds are seeking recognition for their traditional grazing routes through forest. അതായത് ഇവര് ഈ ആടുമാടുകളൊക്കെ മേയിച്ചുകൊണ്ട് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ റൂട്ടുകളിലൊക്കെ അവർക്ക് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് അതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നത്. The Dangars, who are listed as Vimukta Jati and nomadic tribe in Maharashtra, they have also long advocated for ST status. അതായത് ഇപ്പോൾ അവര് മഹാരാഷ്ട്രയിലെ വിമുക്ത ജാതി ആൻഡ് നൊമാഡിക് ട്രൈബ് കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ അവർ കുറെ കാലങ്ങളായിട്ട് ST സ്റ്റാറ്റസ് കുറെ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേസിംഗ് കോറിഡോർസ് അവർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ ഇവർ പോകുന്നത് എൻക്രോച്ച്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരെ കുറെ പീനലൈസ് ചെയ്യുക ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു ഗ്രേസിംഗ് കോറിഡോർസ്, അത് ട്രഡീഷണൽ ആയിട്ട് അവർ പോകുന്നതാണ്, അത് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അവരുടെ ലൈവ്ലിഹുഡ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അത് അത്യാവശ്യമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ദൻഗാർസ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ കാണുന്ന ഒരു നൊമാഡിക് ഷെപ്പേർഡ് കമ്മ്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത് ജ്യൂസ് മിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജ്യൂസിന്റെ ഫുൾ ഫോം ജൂപ്പിറ്റർ IC മൂൺ എക്സ്പ്ലോറർ മിഷൻ. അതായത് നമ്മൾ ജൂപ്പിറ്ററിലേക്ക് യൂറോപ്യൻ സ്പേസ് ഏജൻസി 2023 ഏപ്രിൽ 14 വിക്ഷേപിച്ച ഒരു മിഷനാണ് ജ്യൂസ് മിഷൻ, ജൂപ്പിറ്റർ IC മൂൺ എക്സ്പ്ലോറർ മിഷൻ. അപ്പൊ അതില് IC മൂൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇതിന്റെ ഒരു പർപ്പസ് മനസ്സിലാക്കുക. ഈ ഒരു മിഷൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂപ്പിറ്ററിന്റെ മൂൺസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഫോർ ലൈഫ് ഓൺ ജൂപ്പിറ്റേഴ്സ് മൂൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ജൊവൈൻ സിസ്റ്റം. അതായത് അവിടെ ജൂപ്പിറ്ററിന്റെ മൂണിൽ എങ്ങനെയൊക്കെ ലൈഫ് സാധ്യമാകും എന്നതിനെ പറ്റി പഠിക്കണം. അതുപോലെ ആ മൊത്തം ജൊവൈൻ സിസ്റ്റത്തിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഏകദേശം 12 വർഷമാണ് ഈ ഒരു മിഷന്റെ ഡ്യൂറേഷൻ വരുന്നത്. 2031 ജൂലൈ ആകുമ്പോഴേക്കും ജൂപ്പിറ്ററിൽ എത്താൻ പറ്റും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മിഷന്റെ രണ്ട് സവിശേഷതകളാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ഇന്റർപ്ലാനറ്ററി സ്പേസ് ക്രാഫ്റ്റ് ടു ദി ഔട്ടർ സോളാർ സിസ്റ്റം പ്ലാനറ്റ്സ് നോട്ട് ലോഞ്ച്ഡ് ബൈ ദി US. അതായത് അമേരിക്ക അല്ലാതെ ഒരു ഔട്ടർ സോളാർ സിസ്റ്റത്തിലേക്ക് ഒരു ഇന്റർപ്ലാനറ്ററി സ്പേസ് ക്രാഫ്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഈ ജ്യൂസ് മിഷനാണ്. അതായത് അമേരിക്ക അല്ലാതെ ഒരു ഔട്ടർ സോളാർ സിസ്റ്റത്തിലേക്കുള്ള ഇന്റർപ്ലാനറ്ററി സ്പേസ് ക്രാഫ്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഈ പറയുന്ന ജ്യൂസ് മിഷനാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയുടെ മൂണിനെ ചുറ്റുന്ന പല സ്പേസ് ക്രാഫ്റ്റുകളും നമ്മൾ വിട്ടിട്ടുണ്ട്. പക്ഷെ ഭൂമിയുടേതല്ലാത്ത മറ്റൊരു ഗ്രഹത്തിന്റെ മൂണിനെ ചുറ്റാനായിട്ട് ഒരു മിഷൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മിഷൻ ടു സെറ്റ് ടു ഓർബിറ്റ് എ മൂൺ അതർ ദാൻ എർത്ത്സ് മൂൺ. എർത്തിന്റെ മൂൺ അല്ലാതെ മറ്റൊരു പ്ലാനറ്റിന്റെ മൂണിനെ ചുറ്റാനായിട്ട് പോകുന്ന ആദ്യത്തെ മിഷനും കൂടിയാണ് ജ്യൂസ് മിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന പുരന്തർ ഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിഗ് അഥവാ അത്തിപ്പഴത്തിനെ കുറിച്ചാണ് പറയുന്നത്. The Agricultural and Processed Food Products Export Development Authority facilitated the first export of India's ready-to-drink fig juice made from GI-tagged Purandar figs to Poland. അതായത് ഇന്ത്യയിൽ GI ടാഗ് ഉള്ള ഒരു തരം ഫിഗ് ആണ് ഏത് പുരന്തർ ഫിഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അത് പോളണ്ടിലേക്ക് അതിന്റെ ഒരു റെഡി ടു ഡ്രിങ്ക് ജ്യൂസ് അടുത്തിടെ APEDA എക്സ്പോർട്ട് ചെയ്തു. APDA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താ? അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. അതാണ്. അപ്പോൾ
അതിന്റെ ഫസ്റ്റ് എക്സ്പോർട്ട്, അതായത് ഇങ്ങനെ ഒരു റെഡി ടു ഡ്രിങ്ക് ജ്യൂസ് ആയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ ആദ്യമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫിഗ് ജ്യൂസ് എന്ന് പറയുന്നത്. ഈ പുരന്ദർ ഫിഗിന്റെ പ്രത്യേകത അതിന് GI ടാഗ് ഉണ്ട് എന്നുള്ളതാണ്. ഫിഗ് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ പുരന്ദർ ഹൈലാൻഡ്സ് ഫാർമേഴ്സ് Producer Company Limited gained international attention after being introduced at CIAL 2023 in New Delhi and winning an award. അതായത് 2023 CIAL 2023 ഇത് കൊണ്ടുവന്നപ്പോൾ ഭയങ്കരമായിട്ട് അതിന് അപ്രീസിയേഷൻ കിട്ടിയായിരുന്നു. ആ സമയത്ത് അതിനൊരു അവാർഡും നേടിയെടുക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫിഗ് ജ്യൂസ് ആയിട്ട് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത 2016 ഈ ഒരു ഫിഗിന് GI ടാഗ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഫൈനസ്റ്റ് ഫിഗ് ആണ്. പിന്നെ നല്ല സ്വീറ്റ് ടേസ്റ്റും അതുപോലെ അത്യാവശ്യം നല്ല സൈസും ന്യൂട്രീഷണൽ ബെനിഫിറ്റും ഇതിനുണ്ട്. ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള പുരന്ദർ റീജിയനിലാണ്. പുരന്ദറിലുള്ള വില്ലേജസിലാണ് ഇത് പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ സ്പൗട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസത്തിനെ കുറിച്ചിട്ടാണ് പറയണത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ ഫിഗറിൽ കാണിച്ചേക്കണം നിങ്ങൾക്ക് കാണാം. അതായത് ഒരു വാട്ടർ ബോഡിയുടെ മുകളിൽ എയറിന്റെയും മിസ്റ്റിന്റെയും ഒരു റൊട്ടേറ്റിംഗ് കോളം ഫോം ചെയ്യുന്നതിനാണ് വാട്ടർ സ്പൗട്ട് എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ട്രോപ്പിക്കൽ വാട്ടേഴ്സിലാണ്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള ഏരിയകളിലാണ് ഇത് സാധാരണ കാണുക. അപ്പൊ ഈ അടുത്തിടെ ഇറ്റലിയിലെ ഒരു യാട്ട് ഈ ഒരു വാട്ടർ സ്പൗട്ടിലും പെട്ടിട്ട് മുങ്ങിപ്പോയായിരുന്നു. അതാണ് ഇപ്പൊ ഇത് ഈ ഒരു പ്രതിഭാസം ന്യൂസിൽ വരാൻ കാരണം. അപ്പൊ നോക്കാം നമുക്ക്. എ വാട്ടർ സ്പൗട്ട് ഇസ് എ റൊട്ടേറ്റിംഗ് കോളം ഓഫ് എയർ ആൻഡ് മിസ്റ്റ് ഓവർ എ വാട്ടർ ബോഡി. More common in tropical waters, but can form anywhere with high humidity and relatively warm water temperatures compared to the overlying എയർ. അതായത് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോ വാട്ടറിന് തൊട്ട് മുകളിലുള്ള എയറിനേക്കാളും ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലും ഈ പറയുന്ന വാട്ടർ സ്പൗട്ട് കാണാം. കൂടുതലും കാണുന്നത് ട്രോപ്പിക്കൽ വാട്ടേഴ്സിലാണ്. ഈ ഒരു വാട്ടർ സ്പൗട്ട് എന്ന് പറയുന്ന ആ ഒരു റൊട്ടേറ്റിംഗ് കോളത്തിന്റെ ഡയമീറ്റർ ഏകദേശം 165 അടിയോളം വരും. അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന വിൻഡിന് 100 km/h സ്പീഡും കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാട്ടർ സ്പൗട്ട് എന്ന് പറയുന്ന പ്രതിഭാസം ഇതാണ്, അത് നോട്ട് ചെയ്യാം. അടുത്തത് റാപ്പിഡ് ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് എക്സ്പാൻഷൻ അഥവാ റൈസ് ആക്സിലറേറ്റർ എന്നാണ് പറയുന്നത്. റൈസ് ആക്സിലറേറ്റർ എന്താണ് സംഭവം നോക്കാം. അത് ആക്ച്വലി ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ബൈലാറ്ററൽ പ്രോഗ്രാം. ഏതൊക്കെ രാജ്യങ്ങളാ? ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ഈ ഒരു പ്രോഗ്രാം ഫോം ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാനും പറ്റുന്ന പല ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമാണ് ഈ റൈസ് ആക്സിലറേറ്റർ, റാപ്പിഡ് ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മേഖലകളിൽ കൂടുതലായിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന സ്റ്റാർട്ടപ്സ് അതുപോലെ തന്നെ MSMEസിനൊക്കെ ഈ ഒരു മിഷൻ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. നോക്കാം. എ ബൈലാറ്ററൽ പ്രോഗ്രാം ലെഡ് ബൈ ഓസ്ട്രേലിയാസ് CSIRO ആൻഡ് അഡൽ ഇന്നോവേഷൻ മിഷൻ നീതി ആയോഗ്. നീതി ആയോഗിന്റെ കീഴിലുള്ള അഡൽ മിഷനും ഓസ്ട്രേലിയയുടെ CSIRO എന്ന ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബൈലാറ്ററൽ പ്രോഗ്രാം നടത്തുന്നത്. എയിംസ് ടു സപ്പോർട്ട് ബിസിനസ്സസ് ഇൻ ഡെവലപ്പിംഗ് ടെക്നോളജീസ് ദാറ്റ് എൻഹാൻസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് റെസിലിയൻസ് ഇൻ ഫേസ് ഓഫ് ക്ലൈമറ്റ് ചലഞ്ചസ്. അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെയുള്ള പരിഹാരം, ഇതിനൊക്കെ വേണ്ടി പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യാനാണ് ഇതിന്റെ എയിം. ദ റൈസ് ആക്സിലറേറ്റർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2023 ഹെൽപ്സ് സ്റ്റാർട്ടപ്സ് ആൻഡ് MSMEs എക്സ്പാൻഡ് ഇൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റ്സ് ബൈ ഓഫറിംഗ് ഓൺലൈൻ ആൻഡ് ഇൻ പേഴ്സൺ സെഷൻസ്, മാർക്കറ്റ് ഇൻസൈറ്റ്സ്, കോച്ചിങ് ആൻഡ് ഫീൽഡ് ട്രയൽസ്. ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ട്രെയിനിങ് കൊടുക്കുക, മാർക്കറ്റ് ഇൻസൈറ്റ്സ്, കോച്ചിങ്, ഇൻ പേഴ്സൺ അതുപോലെ തന്നെ ഓൺലൈൻ സെഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് MSMEസിനെ സ്റ്റാർട്ടപ്സിനെയൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് 2023 കൊണ്ടുവന്ന റൈസ് ആക്സിലറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു മിഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ റൈസിന്റെ ഫുൾ ഫോം നോക്കാം. റാപ്പിഡ് ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് എക്സ്പാൻഷൻ. അത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972ന്റെ ഷെഡ്യൂൾ 4നെ കുറിച്ചിട്ടുള്ള ഒരു
ന്യൂസ് ആണ്. എന്താന്ന് നോക്കാം. മെനി ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻസ് ആൻഡ് സൂസ് ഇൻ ഇന്ത്യ currently possesses living specimens of exotic animal species listed under Schedule 4 of the Wildlife Protection Act 1972. അതായത് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിലുള്ള ഷെഡ്യൂൾ 4 ചില ആനിമൽ സ്പീഷീസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ആനിമൽ സ്പീഷീസ് ആണ്? എക്സോട്ടിക് ആനിമൽ സ്പീഷീസ്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് വളർത്തുന്നതാണ് എക്സോട്ടിക് ആനിമൽ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൈവശം വെക്കുന്ന പല വ്യക്തികളുണ്ട്, പല ഓർഗനൈസേഷൻസ് ഉണ്ട്, പല മൃഗശാലകളുണ്ട്. ഇതൊക്കെ ഇവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ എക്സോട്ടിക് ആനിമൽ സ്പീഷീസുകൾ ഉണ്ട്. ഇവരൊക്കെ ഈ ഷെഡ്യൂൾ 4 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ അങ്ങനത്തെ എക്സോട്ടിക് ആനിമൽ സ്പീഷീസ് ഉള്ള ആരായാലും, അതൊരു ഓർഗനൈസേഷൻ ആയാലും സൂ ആയാലും ഇൻഡിവിജ്വൽ ആയാലും ഗവൺമെന്റിന്റെ ഒരു പോർട്ടലുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എപ്പോഴും ഈ ഒരു ടൈം പീരീഡ് തന്നിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനുശേഷം കണ്ടുപിടിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാവും എന്നാണ് പറയണത്. These exotic species must be reported and registered as mandated by the Ministry of Environment, Forest and Climate Change in പരിവേഷ് 2.0 പോർട്ടൽ. പരിവേഷ് 2.0 എന്ന് പറയുന്നത് ഈ ഒരു മിനിസ്ട്രിയുടെ പോർട്ടലാണ്. ആ പോർട്ടലിൽ പോയിട്ട് ഈ പറയുന്ന എക്സോട്ടിക് സ്പീഷീസിന്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഫെയിലിയർ ടു റിപ്പോർട്ട് ആൻഡ് രജിസ്റ്റർ ദീസ് സ്പീഷീസ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിം മേ റിസൾട്ട് ഇൻ പീനൽ ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ ഉണ്ടാവും. The Wildlife Protection Amendment Act 2022 inserted a new Schedule 4 for specimens listed in CITES appendices. അതായത് സൈറ്റ്സ് അപ്പൻഡിസസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ 2022 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നത്. അപ്പൊ 2022 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ അമെൻമെന്റ് വഴിയാണ് ഈ ഷെഡ്യൂൾ 4 ഈ ആക്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. എന്താണ് ഷെഡ്യൂൾ 4ലുള്ളത്? സ്പെസിമെൻസ് ലിസ്റ്റഡ് ഇൻ സൈറ്റ്സ് അപ്പൻഡിസസ്. അപ്പൊ സൈറ്റ്സിന്റെ അപ്പൻഡിസിലുള്ള സ്പെസിമെൻസ് ആണ് ഈ ഒരു ഷെഡ്യൂൾ 4 ഉള്ളത്. അപ്പൊ ബാക്കി 1 മുതൽ 4 വരെയുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂളിൽ എന്തൊക്കെയാണെന്ന് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെയ്ഫ്ലിക് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു ലിമിറ്റ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രജ്ഞൻ അടുത്തിടെ മരണപ്പെട്ടു. അപ്പൊ അതാണ് ഇപ്പൊ ന്യൂസിൽ പിന്നെയും വരാനുള്ള കാരണം. അപ്പൊ നോക്കാം നമുക്ക്. In the early 1960s, Leonard Hayflick discovered that somatic or non-reproductive cells have a finite number of divisions, typically between 40 to 60 times. This phenomenon is called the Hayflick limit. അതായത് നമ്മുടെ 1960 കാലഘട്ടത്തിൽ ലിയോനാർഡ് ഹെയ്ഫ്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഒരു കണ്ടുപിടുത്തം നടത്തി. എന്താണ്? സൊമാറ്റിക് അഥവാ നോൺ റീപ്രൊഡക്റ്റീവ് സെൽസ് ഒരു കൃത്യം, അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ഡിവിഷൻ ചെയ്യും. അതായത് അതിങ്ങനെ വിഘടിച്ച് പോകും. സാധാരണ ഒരു 40-60 തവണ, 40 മുതൽ 60 തവണ വരെ ഈ ഒരു സൊമാറ്റിക് സെൽസിന് ഡിവിഷൻ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ഫിനോമിനൻ, ഇങ്ങനെ ആ ഡിവിഷൻ സംഭവിക്കുന്ന ആ ഫിനോമിനൻ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെയ്ഫ്ലിക്ക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സെല്ലുകൾക്ക് ഉണ്ടാവുന്ന ഡിവിഷൻ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ആവുമ്പോഴാണ് ഒരു മനുഷ്യന് പ്രായമാവുന്നത്. ഏജിങ് സംഭവിക്കുന്നത് ഈ പറയുന്ന സെല്ലിന്റെ ഡിവിഷൻ സ്റ്റോപ്പ് ആവുമ്പോഴാണ്. അപ്പോൾ ഏജിങ് നടക്കുമ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനത്തെ ഡിവിഷൻ സ്റ്റോപ്പ് ആയിട്ട് ഈ വാർദ്ധക്യ സെല്ലുകൾ കൂടുതൽ ഇങ്ങനെ കുമിഞ്ഞുകൂടിയും അപ്പോഴാണ് കൂടുതൽ പ്രായമാവുന്നത് നമുക്ക്. It suggests that aging occurs because cells eventually stop dividing. This leads to accumulation of senescent cells that contribute to aging process. അതായത് ഈ ഒരു പ്രോസസ്സ് പതിയെ നിൽക്കും. ഏത്? സെൽ ഡിവിഷൻ നിൽക്കും. അപ്പോൾ നമുക്ക് ഏജിങ് സംഭവിക്കും. അപ്പോൾ ആ സമയത്ത് സെനസെന്റ് സെൽസ് കൂടുതലായിട്ട്, അതായത് വാർദ്ധക്യ സെല്ലുകൾ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഏജിങ് പ്രോസസ്സ് ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുക. പിന്നെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് ഹെയ്ഫ്ലിക്ക് ലിമിറ്റ് എന്ന് പറയുന്നത്, അതായത് മാക്സിമം ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് ഹെയ്ഫ്ലിക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് 125 വർഷമാണ് പറയുന്നത്. അതിനുശേഷം ഒരു മെഡിക്കൽ ടെക്നിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചും വെച്ച് നമുക്ക് ഒരാളെ ജീവിപ്പിക്കാൻ പറ്റില്ല. Leonard Hayflick, the renowned biomedical researcher who made a discovery about the limits on cell division in somatic cells, has passed away. അതായത് ഇപ്പോൾ ഈ അടുത്തിടെയാണ് ഈ പറയുന്ന ഹെയ്ഫ്ലിക്ക് ലിമിറ്റ് കണ്ടുപിടിച്ച ലിയോനാർഡ് ഹെയ്ഫ്ലിക്ക്
അന്തരിച്ചത്. അതാണ് ഇപ്പോൾ ഇതിൽ ന്യൂസിൽ വരാൻ കാരണം. അടുത്തത് നമ്മൾ പറയുന്നത് മൾട്ടി ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ ടെസ്റ്റ് MCED ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണിത്. അപ്പം അത് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് വഴി ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അത് അഫോർഡബിൾ ആയിരിക്കും. പെട്ടെന്ന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കുറച്ചും കൂടി അത് വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് ഏർലി സ്റ്റേജിൽ ഇത് കണ്ടുപിടിച്ചാൽ കൂടുതൽ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താനായിട്ട് പറ്റും. എ ന്യൂ ടൈപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റ് ദാറ്റ് ക്യാൻ സ്ക്രീൻ ഫോർ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്യാൻസർ സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയം കുറേ ക്യാൻസർ രോഗങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഈ മൾട്ടി ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ ടെസ്റ്റ് അഥവാ MCED ടെസ്റ്റ്. These tests look for cancer signals such as circulating tumor DNA and circulating tumor cells released by cancerous cells into the bloodstream at early stages. അതായത് നമുക്കിപ്പോൾ ഒരു ആൾക്ക് ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഏർലി സ്റ്റേജുകളിൽ ഈ പറയുന്ന ക്യാൻസർ സെൽസ് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസർ സെല്ലുകളാണ്, അതിൻ്റെ പേരുകളാണ് സർക്കുലേറ്റിംഗ് ട്യൂമർ DNA അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽസ്. അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഉണ്ടാവും. അപ്പോൾ ഇതിനെ അനലൈസ് ചെയ്യലാണ് ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. MCED ക്യാൻ identify cancer signals from over 50 different types of cancer, including those that currently lack effective screening methods. അതായത് ഇപ്പം നിലവിൽ നല്ല രീതിയിൽ കണ്ടുപിടിക്കാൻ ടെക്നിക്കുകൾ ഇല്ലാത്ത പല ക്യാൻസറുകൾ ഉൾപ്പെടെ ടോട്ടൽ 50ഓളം ക്യാൻസറുകൾ ഐഡന്റിഫൈ ചെയ്യാൻ ഈ MCED ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്ത് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇത്രയും നിർത്താണ്. പക്ഷേ ഇതല്ലാതെ നമ്മൾ വൺ വേർഡുകളായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഈ 2 കൈൻഡ് ഓഫ് വീഡിയോസ് നമ്മൾ ഇനി ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ 2 ഇനീഷ്യേറ്റീവ്സും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.